പ്രണയം. ധ്രുവി സാറിന്റെ പണിഷ്മെന്റ് മൂന്നാളുകളുടെയും കിളികളെ പറത്തി കളഞ്ഞിരുന്നു. ഉണ്ടായിരുന്ന രണ്ടു മൂന്ന് കിളികളുമായി പതിയെ അവൾ ക്ലാസ്സിലേക്ക് പോയി. മത്തായി സാർ തകർത്ത് പഠിപ്പിക്കുകയാണ്. മേ കമിൻ സർ. ഞങ്ങൾ വാതിലിൽ നിന്നും ഒരു പ്രത്യേക താളത്തിൽ കോറസ് പാടിക്കൊണ്ട് അകത്തേക്ക് കയറുവാൻ പെർമിഷൻ ചോദിച്ചു. ഇതെന്താ, LKG പിള്ളേരോ ഇങ്ങനെ പാടാൻ? ഇത്ര നേരം എവിടെയായിരുന്നു? ചായ കുടിക്കാനൊക്കെ പോയിട്ട് വരുന്ന വഴിയാണോ? മധ്യവയസ്കനായ സരസപ്രിയനായ മത്തായി സാർ മിക്കപ്പോഴും നർമ്മത്തിൽ ചാലിച്ചാണ് സംസാരിക്കുന്നതും പഠിപ്പിക്കുന്നതുമൊക്കെ. അതുകൊണ്ട് ബോറടിപ്പിക്കാതെ സാറിൻ്റെ ക്ലാസ് പിള്ളേർക്കും വലിയ ഇഷ്ടമാണ്. ധ്രുവി സാർ വിളിച്ചിട്ട് പോയതാണ് എന്ന് പറഞ്ഞപ്പോൾ കൂടുതലൊന്നും ചോദിക്കാതെ സാർ അകത്തേക്ക് കയറുവാൻ അനുമതി തന്നു. അപ്പോഴും മൂന്നുപേരുടെയും തല മത്തായി സാറിൻ്റെ നർമ്മ സംഭാഷണങ്ങൾക്ക് പോലും തണുപ്പിക്കാൻ കഴിയാതെ പുകഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ ഇമ്പോസിഷൻ എഴുതും? മത്തായി സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞ് കുറച്ചു നേരം ബ്രേക്ക് ടൈമാണ്. ത്രേയോട് നോട്ട്സ് വാങ്ങാൻ ഗാതുവാണ് പോയത്. അവളുടെ ഷോ കാണാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ അവരെ ഞങ്ങളുടെ സീറ്റിലിരുന്നു കൊണ്ട് തന്നെ വീക്ഷിച്ചു. ത്രേയ വലിയ ഗമയിൽ നോട്ട്ബുക്ക് നൽകുന്നതിനൊപ്പം ഞങ്ങളെ നോക്കി ഒന്ന് പുച്ഛിക്കുന്നുണ്ട്. ഇവൾക്ക് എവിടെ നിന്നാ ഇത്രയും പുച്ഛം? പുച്ഛത്തിൻ്റെ ഹോൾസെയിൽ ഡീലർ തന്നെ. അവളെ ഒന്ന് നോക്കി കൊഞ്ഞനും കുത്തിയാക്കൂ. ഗാദു നോട്ട്ബുക്ക് കൊണ്ടുവന്ന ഉടനെ തന്നെ ആദു നോട്ട്സ് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിട്ടു. 3 പേജുണ്ടടി. അങ്ങേരെ നമുക്ക് പണി തന്നതാണെന്ന് തോന്നുന്നു. ഇത് ഇത്രയും 50 പ്രാവശ്യം എഴുതിയിട്ട് എപ്പോൾ തീരും? അതും കുറച്ച് ടെൻഷനോട് കൂടി ഗാദയോടും അക്കുവിനോടും ചോദിച്ചു. ഉച്ചയ്ക്ക് നമുക്ക് നേരത്തെ ലഞ്ച് കഴിച്ചിട്ട് മുത്തശ്ശിമരത്തിൻ്റെ ചോട്ടിൽ പോയിരുന്ന് കുറച്ചെഴുതാം. ബാക്കി വീട്ടിൽ പോയി എഴുതാം. പിന്നെ ആഫ്റ്റർനൂൺ മീരാമാം ഇല്ലാത്തതുകൊണ്ട് ആ അവർ ഫ്രീ കിട്ടും, അപ്പോഴും എഴുതാം. അക്കു സൊല്യൂഷൻ പറഞ്ഞ് അവരിൽ സമാധാനം ഉണ്ടാക്കി. ഇന്ന് ലീവ് എടുത്ത മീരമാമിന് നന്ദി പറഞ്ഞുകൊണ്ട് 3 പേരും സമാധാനത്തോടെ ഇരുന്നപ്പോൾ ബ്രേക്ക് കഴിഞ്ഞുവെന്ന് അറിയിച്ചുകൊണ്ടുള്ള ബെൽ മുഴങ്ങി. ഇമ്പോസിഷൻ എഴുതണമെന്നുള്ളതുകൊണ്ട് തന്നെ ഫുഡ് വേഗത്തിൽ വിഴുങ്ങി വിടുകയാണ് 3 ആളും. ആദുവിൻ്റെ പൊതിച്ചോർ 3 ആളും കൂടി കഴിച്ചിട്ട് അക്കുവിൻ്റെയും ഗാദുവിൻ്റെയും ഫുഡ് ഭക്ഷണം ക്ലാസ്സിൽ കൊണ്ടുവരാത്ത ബോയ്സിന് കൊടുത്തു. 3 ആളും ബുക്കും പേപ്പറും പെന്നും ഒക്കെ എടുത്തുകൊണ്ട് മുത്തശ്ശിമരത്തിൻ്റെ ചുവട്ടിലേക്ക് ചെന്നു. ഒരു പ്രാവശ്യം കഷ്ടിച്ച് എഴുതിയിട്ടുണ്ടാകും. ധൃതി പിടിച്ച് ബാക്കി എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ത്രേയ ശരം വിട്ട വേഗതയിൽ ഞങ്ങൾക്കടുത്തേക്ക് വരുന്നത് കണ്ടത്. അവളുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷമുണ്ട്. ഞങ്ങൾ നോക്കുമ്പോൾ ആ മരമൂറിൽ പുച്ഛമല്ലാത്തൊരു ഭാവം തെളിയുന്നത് ഇന്ന് ആദ്യമായി കാണുകയാണ്. അവളുടെ ആ സന്തോഷത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. പണി വരുന്നുണ്ട് ഔറാച്ച. അതെ, ധ്രുവി സാർ പറഞ്ഞു. ഞങ്ങൾ 3ഉം ലഞ്ച് ബ്രേക്ക് കഴിയും മുന്നേ സാറിൻ്റെ നോട്ട്സ് കംപ്ലീറ്റ് ആക്കി കഴിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന്. അവൾ സന്തോഷത്തോടെ പറഞ്ഞു. 3-4 പേജല്ലേ, അതിപ്പോൾ വലിയ പാടില്ല. മനസ്സിൽ ഞങ്ങൾ ഒരുപോലെ ചിന്തിച്ചപ്പോൾ അവളുടെ അടുത്ത വെളിപ്പെടുത്തൽ. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 23 മുതൽ 27 വരെ അടയാളപ്പെടുത്തിയിരിക്കുന്ന പോർഷൻസ് നോട്ട്ബുക്കിലേക്ക് എഴുതണമെന്ന് അവൾ കൂട്ടിച്ചേർത്തു. പിന്നെയും ഞങ്ങൾ ട്രാപ്പ്. അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ ഫോണിൽ ഫോട്ടോ എടുത്ത് ഇമ്പോസിഷൻ എഴുതാനുള്ള ശ്രമം അത് താഴ്ത്തി വെച്ചിട്ട് ഞങ്ങൾ നോട്ട് കംപ്ലീറ്റ് ആക്കൽ എന്ന മഹായജ്ഞം ആരംഭിച്ചു. ഹാവൂ, ലഞ്ച് ബ്രേക്ക് കഴിയാൻ 10 മിനിറ്റ് കൂടിയുണ്ട്. വാ, ഇതാ കാലനെ കാണിച്ചിട്ട് പോകാം. അങ്ങേര് വേറെ ക്ലാസ്സിലേക്ക് പോകും മുമ്പേ ചെല്ലണം, അല്ലെങ്കിൽ അടുത്തത് ആ പണിയായിരിക്കും. അക്കു പറഞ്ഞത് ശരിവെച്ച് ഞങ്ങൾ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. എലി മാളത്തിൽ നിന്നും തലയിട്ട് നോക്കും പോലെ ഞങ്ങൾ 3 തലകൾ വാതിലിൽ നിന്നും ധ്രുവി സാറിൻ്റെ സീറ്റിലേക്ക് നോക്കുന്നത് ആരോടോ വലിയ ചർച്ചയിൽ മുഴുകിയിരിക്കുന്ന ആൾ കണ്ടില്ലെങ്കിലും അടുത്തിരുന്ന അബിസാർ കൃത്യമായി കണ്ടു. സാറ് ഞങ്ങളുടെ കാട്ടായങ്ങൾ കണ്ട് കിളിങ്ങിച്ചിരിക്കുകയാണ്. കയറിച്ചെല്ലാൻ ധൈര്യമില്ലാഞ്ഞിട്ടല്ല, ഇപ്പോൾ സ്റ്റാഫ് റൂം ഫുള്ളാണ്. കലിപ്പൻ വെല്ലവും പറഞ്ഞാൽ ഞങ്ങൾ മൊത്തത്തിൽ നാണം കെടും. ധ്രുവി, നിന്റെ പിള്ളേരില്ലേ പരുങ്ങുന്നത്? അബിസാർ പറയുന്ന കേട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച വാതിലിലേക്ക് ധ്രുവി സാർ ഒന്നു നോക്കി. അത്ര നേരം തെളിഞ്ഞിരുന്ന മുഖം ഞങ്ങളെ കണ്ട് കാറ് മൂടിയ വാനം പോലായി. എന്താ? സാറ് പതിവ് ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. നോട്ട്സ് കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചിട്ട് ക്ലാസ് കയറിയാൽ മതിയെന്ന് സാറ് പറഞ്ഞെന്ന് ത്രേയ പറഞ്ഞു. ഞങ്ങൾ കുറച്ച് ധൈര്യം
ആവാഹിച്ചുകൊണ്ട് സാറിനോട് പറയുകയാണ്. അതിന് സാർ തന്ന ഉത്തരം കേട്ട് ഞങ്ങളുടെ നെഞ്ചിൽ അടുത്ത വെള്ളിടി വെട്ടി. ഇയാൾ കാരണം പല അറ്റാക്കും വന്ന് തട്ടിപ്പോകുമോ കർത്താവേ? ഇനിയും പണികൾ ഏറ്റുവാങ്ങാൻ ഞങ്ങളുടെ ജന്മം ബാക്കി. മീരാമാമിൻ്റെ അവർ സാർ ഫ്രീ ആണത്രേ. അതുകൊണ്ട് സാറ് ക്ലാസ്സിലേക്ക് വരുന്നു. അപ്പോൾ നോട്ട്സ് ചെക്ക് ചെയ്യാന്നാണ് സാറ് പറഞ്ഞത്. ഫ്രീ പീരീഡ് ഇരുന്ന് ഇമ്പോസിഷൻ എഴുതാമെന്ന് കരുതിയ ഞങ്ങളുടെ സമാധാനം ഇനി ഈ യുദ്ധഭൂമിയിലേക്ക് തിരികെ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങോട്ടേക്കോ ഓടിപ്പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യൂടി നമ്മൾ? ഇയാളെ കണ്ട അന്ന് ആ നിമിഷം തുടങ്ങിയ എൻ്റെ കഷ്ടകാലം. ഏത് നേരത്താണോ എൻ്റെ ദേവി എനിക്ക് ഈ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ തോന്നിയത്? ആദു സാറിനെ മനസ്സിൽ നന്നായെന്ന് സ്മരിച്ചുകൊണ്ട് പറഞ്ഞു. സാറിനെ പറയുന്ന എന്തിനാടി? ഇതെല്ലാം അത്ര ഏയുടെ പണിയാകും. അക്കു വലിയ കണ്ടുപിടുത്തം നടത്തിയ പോലെ പറഞ്ഞു. ആയിരിക്കുമെന്നല്ല, ആന്നടി. അവളുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ തന്നെ ഞാൻ കരുതിയതാ നമുക്ക് എന്തെങ്കിലും പണി അവൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടാകുമെന്ന്. ഗാദു അക്കുവിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നത് പോലെ പറഞ്ഞു. സന്തോഷം നഷ്ടപ്പെട്ട മുഖവുമായി മൂന്നുപേരും ക്ലാസ്സിലേക്ക് കയറി. അപ്പോഴും അവരുടെ മനസ്സിൽ ഇമ്പോസിഷൻ എങ്ങനെ എഴുതി തീർക്കും എന്നുള്ള ചിന്ത മാത്രമായിരുന്നു. നമുക്ക് നാളെ ലീവ് എടുത്താലോ? അപ്പോൾ എഴുതാനും സമയം കിട്ടും. ആദു ഇരുവരെയും നോക്കി ചോദിച്ചു. സാർ അത്ര മണ്ടനാണെന്ന് എനിക്ക് തോന്നിയോ അതു? നമ്മളങ്ങനെ ചെയ്താൽ വേണേ ടെക്സ്റ്റ് മുഴുവനും ഇമ്പോസിഷൻ തരാനും സാറിന് മടിയില്ല. അത്രയ്ക്ക് തങ്കപ്പെട്ട മനസ്സാ സാറിൻ്റെ. ഗാഥ ആ പറഞ്ഞത് സത്യമായിരുന്നു. അത് ഗാതുവിന് വളരെ ഉറപ്പാണ്. തങ്കപ്പെട്ട മനസ്സുള്ള കാലൻ. ആദു പെറുപെറുത്തു. താടിക്ക് കൈകുത്തിയിരുന്ന് മൂന്ന് പേരും പിന്നെയും ഗഹനമായ ആലോചനയിലാണ്. ഡി, ഒരു വഴിയുണ്ട്. സീറ്റിലായി ഇരിക്കാൻ തുടങ്ങിയ അവരോട് ഗാദു സന്തോഷത്തോടെ പറഞ്ഞു. ഗാദുവിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കണ്ടിട്ട് ആർക്കമിഡീസ് യുറോക്കൊന്ന് അലറി വിളിച്ചോടിയതുപോലെ ഇവളും ഇവിടെ നിറങ്ങി ഓടുമോയെന്ന് ഞങ്ങൾ ഭയപ്പെട്ടു. അങ്ങനൊന്നും ഉണ്ടായില്ല. എങ്കിലും മറ്റൊന്ന് സംഭവിച്ചു. ഞങ്ങൾ ഗാദു കണ്ടുപിടിച്ച സൊല്യൂഷന് വേണ്ടി കാതു കൂർപ്പിച്ചിരുന്നു. അവൾക്ക് പറയാനുള്ളത് പറയും മുമ്പേ തന്നെ കൃത്യസമയത്ത് സിനിമയിൽ നായകന്മാരൊക്കെ എൻട്രി ചെയ്യും പോലെ നമ്മുടെ നായകൻ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ആദുവിൻ്റെ ജീവിതത്തിലെ വില്ലൻ ദേ അവരുടെ കൺമുമ്പിൽ ക്ലാസ് റൂമിൽ ലാൻഡ് ചെയ്തു. സബാഷ്, പൂത്രിയായി. അവൾക്ക് പറയാനുള്ളത് കേട്ടിട്ട് ഈ സാറിന് വന്നാൽ പോരെ? ഞങ്ങൾ രണ്ടാളും നിരാശയോട് ചിന്തിച്ചു. ഇനി ധ്രുവി സാറിൻ്റെ ക്ലാസ്സിൽ സംസാരിക്കുകയോ അലക്ഷ്യമായി ഇരിക്കുകയോ ഒന്നും ചെയ്യില്ല എന്ന് മൂന്നുപേരും ഭീഷ്മ ശബ്ദം എടുത്തു. എങ്കിലും കാര്യം അറിയാഞ്ഞിട്ട് നല്ല വൈകൽഫ്യം ഉണ്ടായിരുന്നു. ഇനിയും ഇമ്പോസിഷൻ വാങ്ങിക്കൂട്ടാൻ വയ്യാത്തോണ്ട് മാത്രം മൂന്നാളും സഹിച്ചിരുന്നു. സാറ് വന്ന് ആഫ്റ്റർനൂണ് അറ്റൻഡൻസ് ഒക്കെ എടുത്ത് ഞങ്ങളുടെ നോട്ട്ബുക്കൊക്കെ ചെക്ക് ചെയ്തു. അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനം. മനസ്സിൽ നല്ല വിമ്മിഷ്ടം ഉണ്ടായിരുന്നു ഗാതുവിൻ്റെ ഐഡിയ അറിയാത്തതിൽ. എങ്കിലും ക്ലാസ്സിൽ മൂന്നാളും ശ്രദ്ധിച്ചു. സത്യം പറയാലോ, സാറിൻ്റെ ക്ലാസ് സൂപ്പറാണ്. അതും പോരാത്തതിന് ഈ പണി തീർന്നിട്ട് മാത്രമേ പുതിയൊരു പണി വാങ്ങുന്നതിനെക്കുറിച്ച് ഞങ്ങളിനി ചിന്തിക്കുന്നുള്ളൂ. ധ്രുവിത് സാർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴാണ് ഞങ്ങൾക്ക് ശ്വാസം നേരെ വീണത്. അത്രയും നേരം കാര്യം അറിയാതെ ഞങ്ങളുടെ മനസ്സിന് ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല. ഡി, ഇമ്പോസിഷൻ എഴുതാൻ എന്താണ് ഐഡിയ? നീ എന്തോ കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു. ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ അവളോട് ചോദിച്ചു. നമ്മുടെ ക്ലാസ്സിലെ അർജുനല്ലേ, അവൻ എല്ലാവരുടെയും ഹാൻഡ് റൈറ്റിങ് ഇമിറ്റേറ്റ് ചെയ്ത് എഴുതാൻ അറിയാം. അവനോട് നിൽപ്പ് ഹെൽപ്പ് ചെയ്യിച്ചാലോ? ഗാദു ഞങ്ങളോട് ചോദിച്ചു. ആദു പിന്നെ ക്ലാസ്സിലെ കുട്ടികളെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അവൾക്ക് അറിവില്ലാത്ത കാര്യമായതുകൊണ്ട് അക്കു എന്താ പറയുന്നതെന്ന് അവൾ ശ്രദ്ധിച്ചിരുന്നു. ഡി, അത് നല്ല ഐഡിയ തന്നെ. പക്ഷെ മറ്റൊരു പ്രശ്നമുണ്ട്. അക്കു ചിന്തിച്ചിട്ട് പറഞ്ഞു. അതെന്താണ് ആ പ്രശ്നമൊന്നും മനസ്സിലാവാതെ? ഞാനും ഗാതുവും അക്കുവിനെ നോക്കി. ഡി, ഇതൊരു 3-4 പേജുണ്ട്. നമ്മൾ 3 പേർക്കും കൂടി 180 പ്രാവശ്യം എഴുതണം. അവൻ അത്ര എഴുതാൻ സമയം കിട്ടില്ലല്ലോ. അക്കുവിൻ്റെ ബുദ്ധി. അതിനെ വാനോളം ഞങ്ങൾ പ്രശംസിച്ചു. മറ്റൊരു സൊല്യൂഷൻ കണ്ടെത്തും മുന്നേ തന്നെ ദീപക് സാർ ക്ലാസ്സിൽ കയറി. പിന്നെ ആ പേരുടെ വലിയ ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തല പുകഞ്ഞൊരു പരിഹാരം ആലോചിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ മറ്റൊരു ഐഡിയ തെളിഞ്ഞത്. അത് അവളുമാരോടൊന്ന് പറയുവാൻ. ഞാൻ സാറിൻ്റെ പീരീഡ് കഴിയുന്നവരെയും വെയിറ്റ് ചെയ്തു. അങ്ങനെ പീരീഡ് അവസാനിച്ച് ദീപക് സാർ പോയി. ഞാൻ അവളുമാരെ തോണ്ടി വിളിച്ചു. ഡി, എനിക്കൊരു പുതിയ ഐഡിയ തോന്നുന്നുണ്ട്.
ഞാൻ വളരെ എക്സൈറ്റ്മെൻറ്റിൽ അവളുമാരോട് പറഞ്ഞു. എന്താടി പറ. രക്ഷപ്പെടാനൊരു മാർഗം കിട്ടിയ സന്തോഷത്തിൽ ഇരുവരും എന്നെ വളഞ്ഞു. ഡി, മൊത്തം നമുക്ക് എഴുതേണ്ടത് 150 പ്രാവശ്യമല്ലേ? നമുക്ക് 3 പേർക്കും കൂടി ഒരു 60 പ്രാവശ്യം അവനോട് എഴുതിത്തരാൻ പറയാം. അവനെന്തെങ്കിലും ഓഫർ കൊടുത്താൽ അവൻ സ്വീകരിക്കും. മൊത്തം 60 ആവുമ്പോൾ നമുക്കൊരാൾക്ക് ബാക്കി 30 ടൈംസ് എഴുതിയാൽ മതി. നമ്മൾ ഓൾറെഡി കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ. ബാക്കി വീട്ടിൽ ചെന്നിട്ട് മെനക്കെട്ടിരുന്ന് എഴുതിയാൽ തീരുമല്ലോ. ഐഡിയ ഒക്കുക. ആദു ഇരുവരിലേക്കും മിഴികൾ പയച്ചു. അവളുടെ ഐഡിയ അവർക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് സന്തോഷം കൊണ്ട് വിടർന്ന ആ കണ്ണുകൾ കണ്ടപ്പോൾ ആദുവിന് മനസ്സിലായി. ഇനി ഒട്ടും സമയം കളയാനില്ലാതെ അവർ അർജുൻ്റെ അടുത്തേക്ക് പാഞ്ഞു. അവനെ രഹസ്യമായി വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. ക്ലാസ്സിലെ ഭിത്തിക്കും ബ്ലാക്ക് ബോർഡിനും വരെ കണ്ണും കാതും ഉള്ളതുകൊണ്ട് ഞങ്ങൾ വളരെ അലേർട്ടായിരുന്നു. അവസാനം ഒരാളിന് 500 എന്ന ഡീലിൽ അവൻ എഴുതാമെന്ന് സമ്മതിച്ചു. കാര്യം ഉറക്കമണിച്ചുള്ള പണിയാണല്ലോ. അവനും വേണ്ടി ലാഭം. മടിച്ചാണെങ്കിലും ഞങ്ങൾ 1500 രൂപ കൊടുക്കാം എന്ന സ്ഥിതിയിലായി. ആദ്യം ഇവളുമാർക്കിട്ടാ കൊടുക്കേണ്ടത്. ആ വിശ്വാമിത്രന്റെ സ്വഭാവം അറിഞ്ഞിട്ടും എന്തിനാ എനിക്ക് കൂട്ടായിട്ട് പുറത്തു ചാടാൻ മനഃപൂർവ്വം ക്ലാസ് ബഹളം വെച്ചത്? അവളുമാർ ക്ലാസ്സിൽ ഇരുന്നായിരുന്നെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് എംപോസിഷൻ എഴുതായിരുന്നു. പൊട്ടത്തികള് മനസ്സിൽ പറഞ്ഞ് ഞാൻ ഇരുവരെയും നോക്കിയപ്പോൾ രണ്ടും ബസന്തി സ്റ്റൈലിൽ എന്നെ നോക്കി ചിരിച്ചു. ഞാൻ അവളുമാരെ ചീത്ത പറഞ്ഞതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഈ കോളേജ് വന്ന അന്നു മുതൽ എനിക്ക് കിട്ടിയ നിധികളാണ് ഇരുവരും. അവർ രണ്ടുപേരും എന്നതിൽ നിന്നും എനിക്കായി അവർക്കിടയിൽ ഒരിടം. എത്ര പെട്ടെന്നാണ് ഒരു ആത്മബന്ധം ഞങ്ങൾക്കിടയിൽ രൂപപ്പെട്ടത്. ഇത്ര പെട്ടെന്ന് നമ്മളെ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളെ നമുക്ക് കിട്ടുമെന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നത് ഇവരാണ്. ഏതവസ്ഥയിലും കൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുള്ള രണ്ടെണ്ണം. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ മനസ്സിൽ കരുതുന്നത് പോലും പെട്ടെന്ന് അവർക്ക് പിടികിട്ടും. അതുകൊണ്ടാവും ഇരുവരും ചേർന്ന് എന്നെ ചേർത്ത് പിടിച്ചത്. ലാസ്റ്റ് പീരീഡ് മാത്യു സാർ തന്നെയായിരുന്നു. കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത സന്തോഷത്തിൽ ഞങ്ങൾ ക്ലാസ്സിൽ ഹാപ്പിയായിരുന്നു. അങ്ങനെ ആ പീരീഡും അവസാനിച്ചു. ഞങ്ങൾ വീട്ടിൽ പോകാനായി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. വഴിയിൽ വലിയ പോലീസ് ചെക്കിംഗ് ഒന്നും ഉണ്ടാകാറില്ല. അതുകൊണ്ട് അവരെ ബസ് സ്റ്റോപ്പിൽ ഞാൻ ആക്കാമെന്ന് പറഞ്ഞു. കോളേജിൽ നിന്നും സ്റ്റോപ്പിലേക്ക് 1 കിലോമീറ്റർ ദൂരമുണ്ട്. അങ്ങനെ അവരെന്നെ വെയിറ്റ് ചെയ്തു. ഞാൻ പാർക്കിങ്ങിലേക്ക് ചെന്നപ്പോൾ അവിടെ നമ്മുടെ ധ്രുവി സാറിൻ്റെ ബൈക്ക് ഇരിക്കുന്നു. രാവിലെ തോന്നിയ കലിപ്പിൽ ഒരു പണിയായിട്ട് ടയറിൻ്റെ കാറ്റൂരി വിട്ടാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ചുറ്റും നോക്കി പതിയെ താഴേക്കിരുന്നു. ഈ തോന്നലിൽ നോക്കിയപ്പോൾ ധ്രുവി സാറും അഭിസാറും വരുന്നുണ്ട്. എണീറ്റ് ഓടാന്ന് വിചാരിച്ചപ്പോഴേക്കും രണ്ടാളും എന്നെ കണ്ടു. ധ്രുവി സാർ എന്നെ അട്ടിമുടി നോക്കുന്നുണ്ട്. ഞാനോട് എന്ത് കാണിക്കുവാണെന്ന്. എന്താടോ നിലത്ത് കിടന്ന് കാണിക്കുന്നേ? അഭിസാർ ചോദിച്ചപ്പോൾ ധ്രുവി സാർ ഞെട്ടിച്ചുളുക്കി എന്നെ ഒന്ന് നോക്കി. എൻ്റെ വണ്ടിയുടെ കീ ഇങ്ങോട്ട് വീണു. അതെടുക്കാൻ ഇവിടെ ഇരുന്നു പോയതാ. ഞാൻ മൂടുമേലെയുള്ള പൊടിതട്ടി എണീറ്റ് അവർക്ക് നേരെ നീട്ടി കീ കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവിശ്വാസമായ രീതിയിൽ ധ്രുവി സാർ ഒന്ന് മൂളിയപ്പോൾ പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് പോയി. വണ്ടി എടുത്തുകൊണ്ട് തിരികെ വരുമ്പോൾ കണ്ടു വലിയ പരിചയഭാവത്തിൽ സാറിനോട് സംസാരിക്കുന്നത്രേ. ഞാൻ പിന്നെ അവരെ ആരെയും നോക്കാതെ എൻ്റെ പെമ്പിള്ളേരുടെ അടുത്തേക്ക് വിട്ടു. നാളെ എനിക്ക് കിട്ടാൻ പോകുന്ന അടിപൊളി പണികൾ അറിയാതെ ഞാൻ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു. വാതക്കം നിൽക്കുന്ന സീതമ്മയുടെ താടിയിൽ പിടിച്ച് ഒന്ന് കൊഞ്ചിച്ച ശേഷം അവൾ വേഗം മുറിയിലേക്ക് പോയി ഫ്രഷായി. നന്നായൊന്നുമില്ല. ഇമ്പോസിഷൻ എഴുതിയില്ലെങ്കിൽ അതിലും വലിയ പണി ഊബർ വിളിച്ചു വരുമെന്ന് ബോധ്യമുള്ളതുകൊണ്ട് മാത്രം. ഫ്രഷായി താഴേക്ക് എന്നപ്പോൾ അച്ഛയും വന്നു. 3 ആളും ചേർന്ന് ചായയൊക്കെ കുടിച്ചു. കുറച്ചു നേരം സംസാരിച്ചിരുന്നു. ശേഷം മുകളിലേക്ക് പോയി സമയം കളയാതെ എഴുതാൻ തുടങ്ങി. അപ്പോഴാണ് ഗാഥയുടെ കോൾ. അക്കുവുമുണ്ട്. കോൺഫറൻസ് കോളാണേ. ഇതിനൊക്കെ എന്തു പറ്റി എന്ന് ചിന്തിച്ചുകൊണ്ട് വേഗം കോൾ ആൻസർ ചെയ്തു. എന്താടി, നിനക്കൊന്നും എഴുതണ്ടേ? കോൾ എടുത്ത ഉടനെ അതു രണ്ടിനോട് ചോദിച്ചു. ഞാനല്ലടി, ഇവളാ. അക്കു കൈയൊഴിഞ്ഞു. എന്താടി ഗാതമ്മോ, നിനക്ക് പ്രശ്നം? ആദു ഒരു പ്രത്യേക താളത്തിൽ അവളോട് ചോദിച്ചു. എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് പാടില്ലടി. നമ്മുടെ എല്ലാം കൂടി അവൻ എഴുതാൻ പറ്റുമോ? അവൻ എഴുതിയില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകും? ഗാഥ അവളോട് ആശങ്ക പങ്കുവെക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യ, നമുക്ക് അർജുനെ കണക്ട് ചെയ്യാം. അക്കു പറഞ്ഞുകൊണ്ട് അവനെ കോളിലേക്ക് കണക്ട് ചെയ്തു. എന്താടി പെണ്ണുങ്ങളെ? കോൾ എടുത്തപാട് അവൻ ദേഷ്യത്തോടെ തിരക്കി. ഗാഥയ്ക്കൊരു ടെൻഷനാടാ. നിനക്കെല്ലാം കൂടി പറ്റുമോന്നേ? അക്കു ഒന്ന് മടിച്ചു ചോദിച്ചു. എന്നാത്തിനും അടി ഗാതമോ നിനക്ക് ടെൻഷൻ? ദേ,
ഞാൻ നിന്നെ എഴുതുന്നത് 16 ടൈംസായി. വന്ന നേരം തൊട്ട് തുടങ്ങിയതാ. എൻ്റെ ആത്മാർത്ഥതയെ സംസാരിക്കല്ലടി കപാലികമാരെ. അർജുൻ എഴുതിയിരുന്ന പേപ്പർ ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു. രണ്ടാളുടെ മുഖമൊന്ന് വിടർന്നു. അക്ഷരം അതുപോലെ തന്നെ. മൂന്നാളുടെ ഹാൻഡ് റൈറ്റിംഗ് ഫോട്ടോ എടുത്തു കൊടുത്ത് വെച്ചുകൊണ്ടാണ് അവൻ എഴുതുന്നത്. എൻ്റെ അർജു, നീയൊരു സംഭവം. അക്കു അവനെ പുകഴ്ത്തി കോൾ കട്ട് ചെയ്തു. സമാധാനത്തോടെ മൂന്നാളും എഴുതി തുടർന്നു. രാത്രി മുഴുവൻ ഉറക്കളിച്ച് ആതു എഴുതി തീർത്തു. അപ്പോൾ മാത്രമാണ് അവൾക്ക് സമാധാനമായത്. പതിവ് പോലെ മൂന്നുപേരും മുത്തശ്ശിമരത്തിന്റെ ചൂട്ടിൽ ഒത്തുകൂടി. അർജുനെ കാണുവാനുള്ള ലക്ഷ്യത്തോടെ ക്ലാസ് റൂമിലേക്ക് കയറി. അപ്പോഴാണ് ക്ലാസ് റൂമിൽ അർജുൻ ഉണ്ടെന്ന് കണ്ട് മൂന്നാൾക്കും സമാധാനമായത്. ക്യാൻറ്റീനിൽ നിന്ന് അവനും മെസ്സേജ് അയച്ച് മൂന്നാളും ക്യാൻറ്റീനിൽ നടന്നു. അവർക്ക് പിറകെ തന്നെ അർജുനും. തുടരും. കഥ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് വേണേ. സ്നേഹത്തോടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.